ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, AR റഹ്മാൻ്റെ പോർട്രേറ്റാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ നമ്മൾ ആ ഒരു ഹെയർ, ഏത് പോർട്രേറ്റ് ആയാലും ആ ഹെയറിൻ്റെ ഏതെല്ലാം പൊസിഷൻ എങ്ങനെയാണോ ആ ഒരു പിക്ചറിൽ ഇരിക്കുന്നത് അതേപോലെ ഓരോ ലൈൻസ് ആയിട്ട് വരച്ച് അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ്, ഐബ്രോയുടെ ഡിസ്റ്റൻസും, അതുപോലെ തന്നെ ഒരു കണ്ണിൻ്റെ, അതുപോലെ മൂക്കും, അതുപോലെ തന്നെ ചുണ്ടിൻ്റെയും ആദ്യമേ ഓരോ ലൈൻസ് ഇട്ടിട്ട് വേണം ആ ഒരു ക്ലിയറൻസ് ആ ഒരു പിക്ചറിൽ നോക്കി, നമ്മൾ ആ ഒരു പിക്ചറിൽ നോക്കി തിരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ച് നേരം ഒരു ഡിസ്റ്റൻസ് എല്ലാം ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് എണീറ്റ് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസങ്ങൾ, നമ്മൾ വരച്ചതും ആ ഒരു പിക്ചറിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് സ്വയം ജഡ്ജ് ചെയ്ത് നമുക്ക് ഈ ഓരോ ലൈൻസുകളും ക്ലിയർ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ പോർട്രേറ്റ് വളരെ എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൈ തെളിഞ്ഞ് തന്നെ വരുമെന്നുള്ളതാണ്. കണ്ടില്ലേ, ഓരോ ഷെയ്ഡ് നമുക്ക് ആ ഒരു ഷെയ്ഡ് ഇടുന്നതെന്ന് വെച്ചാൽ കളറിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യമേ ഷെയ്ഡൊന്നും ഇടത്തില്ലായിരുന്നു, പക്ഷേ ഇതിപ്പം ഷെയ്ഡ് ഇടുന്നത് കാരണം ഇത് കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എവിടെയൊക്കെയാണോ നമ്മൾ ഷെയ്ഡ് കൊടുക്കേണ്ടത് അവിടെയെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന പെൻസിലെന്ന് വെച്ചാൽ അപ്സര പെൻസിലാണ്. HB തൊട്ടുണ്ട്, ഡാർക്കും ലൈറ്റും ഉണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റാണ്, നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളതുമാണ്. ഇതുപോലെ നമ്മൾ ഏറ്റവും മുകൾ ഭാഗം തൊട്ടേ ആ ഒരു കണ്ണ്, മൂക്ക്, ചുണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ താടിയുടെ ഷേപ്പും അതുപോലെ തന്നെ താഴോട്ടുള്ള ഷേപ്സുകളും, പിന്നെ ഡ്രസ്സിൻ്റെ നമുക്ക് അത്രയും ശ്രദ്ധിച്ച് ചെയ്യണമെന്നില്ല. ആ ഒരു ഫേസ് മാത്രം കറക്റ്റ്ലി ഒപ്പി എടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ബാക്കിയില്ല. നമുക്ക് യഥേഷ്ടം നമുക്ക് ലൈനുകൾ മാറ്റിയ കളർ മാറ്റിയ ചേഞ്ച് ചെയ്തോ നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൽ നമ്മൾ അക്ലിക് കളറാണ് അക്ലിക് കളർ ബെസ്റ്റ് കളർ തന്നെയാണ്. വീണ്ടും ഞാൻ പറയുന്നത്, ഇത് നമ്മൾ ആദ്യമേ ബോഡി കളർ നമുക്ക് ഓൾറെഡി നമുക്ക് കളറിങ്ങിൽ വാങ്ങിക്കാൻ കിട്ടും ബോഡി കളർ. അതിനോട് ലേശം റെഡ്, ഒരു അംശം റെഡും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ കിട്ടുന്നത്. കണ്ടില്ല, അതിൻ്റെ ഷെയ്ഡ് അനുസരിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി ആ ചുണ്ടാണ് ഇപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ആ ചുണ്ട് ഒപ്പി ഇഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് കണ്ണും മൂക്കും എല്ലായിടും കംപ്ലീറ്റ് കളറിങ്ങും ഷെയ്ഡിങ്ങും ചെയ്തെടുക്കുന്നത്. ആ ചുണ്ട് അതേപോലെ നമുക്ക് കറക്റ്റ് ഒപ്പി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പതുക്കനെ കൊണ്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യമേ ഞാൻ മുമ്പേ ഷെയ്ഡെല്ലാം കണ്ണും മൂക്കും എല്ലാം ചെയ്തിട്ടായിരുന്നു ചുണ്ടെടുക്കുന്നത്. ഇപ്പോൾ ആദ്യമേ ഫസ്റ്റിൽ ആ ചുണ്ട് കറക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പതുക്കനെ കൊണ്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ഈ ഷെയ്ഡ് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആ ഷെയ്ഡ് ഉള്ള ഭാഗത്തെല്ലാം നമ്മൾ കളറ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് AR റഹ്മാൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ്. അപ്പം നമ്മൾ ആ ഒരു കണ്ണിൻ്റെയും ആ ഒരു മൂക്കിൻ്റെയും എല്ലാം ആ ഷെയ്ഡുള്ള ഭാഗത്തോട്ട് കുറച്ചും കൂടി ഡാർക്ക്, അതായത് ബ്രൗൺ പ്ലസ് ബോഡി കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായി കിട്ടും. ആ ഡാർക്ക് അതേപോലെ തന്നെ ആ ഒരു ഐബ്രോയ്ക്ക് എന്ന് വെച്ചാൽ ബ്ലാക്ക് പ്ലസ് ബ്രൗൺ ഇടുമ്പോഴാണ് ആദ്യമേ ബ്രൗൺ ലൈറ്റ് ബ്ലാക്കോടുകൂടി ഇട്ട് ആ ഒരു ലൈൻ കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് കറക്റ്റ് ബ്ലാക്ക് പ്ലസ് ബ്രൗണും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ആ ഐബ്രോ എവിടെയൊക്കെയാണോ അതിലും ഡാർക്ക് കാണപ്പെടുന്നത് അവിടെയെല്ലാം ഡാർക്കും ലൈറ്റ് കാണപ്പെടുന്നിടത്ത് ലൈറ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ആ ഒരു ഹെയറിൻ്റെതാണ്. ആദ്യമേ ഈ ഒരു AR റഹ്മാൻ്റെ ആ ഒരു എൻ്റെ കയ്യിൽ കിട്ടിയ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് ബ്ലാക്ക് ഹെയറാണ്. അപ്പം ബ്രൗൺ പ്ലസ് എന്നാൽ കൂടി നമ്മൾ ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് മാത്രമേ ആ കറക്റ്റിൽ ബ്ലാക്ക് ആക്കത്തക്ക വിധത്തിൽ നമ്മൾ കളർ ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ആ ഒരു ബ്ലാക്ക് പ്ലസ് ബ്രൗണിൻ്റെ ഓരോ ലൈൻസുകൾ, അതായത് ആ മുടി എങ്ങനെയാണോ ചീപ്പി ഒതുക്കി വെക്കുന്ന ആ ഒരു ഷേപ്പ് കറക്റ്റ് നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്ന കണക്ക് തന്നെ നമ്മൾ ആ ലൈൻ ഇട്ടതിന് ശേഷമാണ് ഷെയ്ഡ് ഇട്ടെടുക്കുന്നത്. എന്തിനും നമ്മൾ ഷെയ്ഡായിട്ട് ചെയ്തെടുക്കാമെങ്കിൽ അത്രത്തോളം ഒരു പെർഫെക്ഷൻ നമ്മുടെ ആ ഒരു ചെയ്യുന്ന പിക്ചറിൽ കിട്ടും. വളരെ സാവകാശം എവിടെയൊക്കെയാണോ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് വേണമെന്നോ അവിടെയെല്ലാം നമ്മൾ അതേപോലെ സസൂക്ഷ്മം വീക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പിക്ചർ
ഫുള്ളി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നമുക്ക് നമ്മുടെ ഒരു വീക്ഷണം, നമ്മൾ ആ വ്യൂ നമ്മൾ ചെയ്യുന്നത് അത് കറക്റ്റ് ഓരോ പോയിൻറ്റും, ഹെയർ ആണെങ്കിൽ കറക്റ്റ് നമ്മളെ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം ആ ഒരു ഹെയറിൻ്റെ ഓരോ വ്യത്യാസങ്ങളും, അതുപോലെ തന്നെ ആ ഒരു ഷെയ്ഡും എല്ലാം കറക്റ്റാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഹെയർ കംപ്ലീറ്റ് നമുക്ക് അതേപോലെ പകർത്തിയെടുക്കാൻ പറ്റും. പ്രിൻറ്റിങ് മെത്തേഡാണ്, ഒപ്പിയെടുക്കുന്നതാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു 3D എഫക്റ്റായിട്ട് തോന്നുന്നില്ലേ അത്? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പ്ലസ് വൈറ്റ് ആണ് ഇട്ടത് കേട്ടോ. ബ്ലാക്ക് പ്ലസ് വൈറ്റ് 0 പോയിൻറ്റ് ബ്രഷ് ഇട്ട് വേണം എപ്പോഴായാലും നമ്മൾ ഒരു ഹെയറിന് കളർ ചെയ്യാൻ. കണ്ടില്ലേ, ബ്ലാക്ക് പ്ലസ് വൈറ്റ് ഇട്ട് ഓരോ ഹെയറിനും നമ്മൾ ഷെയ്ഡ് കൊടുത്ത് ആ താഴോട്ടുള്ളതിന് ആ ഡാർക്ക് കളർ കൊടുത്തപ്പോഴത്തേക്കുണ്ട് എണീറ്റ് നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് എണീറ്റ് ആ പേപ്പറിൽ നിന്ന് തന്നെ എണീറ്റ് നിൽക്കുന്നതായിട്ട് നമുക്കത് തോന്നില്ലേ? ആ ഒരു ഹെയറിൻ്റെ അത് വേറെ ഒന്നുമല്ല, ഷെയ്ഡിങ് മാത്രമാണ്. ഇതുപോലെ നമ്മൾ അതിൽ കാണുമ്പോൾ ഉള്ള ആ ഒരു ഹെയർ ഒറിജിനൽ പിക്ചറിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അതിന് കുറച്ച് വൈറ്റ്, ഇതെന്ന് വെച്ചാൽ ചിലതിനൊക്കെ എന്ന് വെച്ചാൽ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഒക്കർ കളർ എന്ന് വെച്ചാൽ യെല്ലോ പ്ലസ് ബ്ലാക്ക് ആണ് ഒക്കർ കളർ വരുന്നത്. ലിറ്റിൽ ബ്രൗണും കൂടി ചിലപ്പം ചേർന്നെന്നിരിക്കാം. ആ ഒക്കർ കളർ ഇട്ടായിരിക്കും ഒട്ടുമുക്കാൽ ഹെയറിൽ ആ ഒരു ഷെയ്ഡ്, അതായത് സൂര്യപ്രകാശം നമ്മുടെ ഹെയറിൽ അടിക്കുമ്പോഴുള്ളതാണ് ഈ ഒക്കർ കളർ, ബ്രൗൺ പ്ലസ് വൈറ്റ് കളറൊക്കെ വരുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ആ ഒരു വൈറ്റ് പ്ലസ് ബ്ലാക്ക് ഇടുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആ ഒരു പ്രതലത്തിൽ നിന്ന് എണീറ്റ് നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഓരോ ഷെയ്ഡും. ഇനിയെന്ന് വെച്ചാൽ ആ ഡ്രസ്സിൻ്റെ കളറും അത് തന്നെ. ആദ്യമേ ബ്ലൂ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഇതിപ്പം അക്രിലിക് കളറാണ്, അത്രയ്ക്ക് സോഫ്റ്റ്നെസ്സും നല്ല ഗ്ലിറ്റേർഡ് കളറാണ്, നല്ല തിളക്കമാർന്ന കളറാണ് ഈ അക്രിലിക് കളറ്. ചെയ്യുന്നവർ നല്ല രീതിയിൽ നമുക്ക് ഈ വാട്ടർ കളറിനെയും കാര്യം ബെസ്റ്റ് കളർ തന്നെ അക്രിലിക് കളർ. എന്തിനാ ഓയിൽ പെയിൻറ്റിനെയും കാര്യം ബെസ്റ്റ് കളറാണ്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് കളർ ബ്ലൂ കളർ ഇട്ട് കഴിഞ്ഞ് ഇനി അതിന് വേണ്ടുന്ന ഷെയ്ഡുകൾ എവിടെയൊക്കെയാണോ തോന്നുന്നത് അവിടെ ബ്ലാക്ക് പ്ലസ് ഏതിനും നമുക്ക് ഷെയ്ഡ് കുറച്ചും കൂടി ഡാർക്ക് ഇട്ടാലേ ആ ഒരു ലൈറ്റ് കളറിനെ എടുത്ത് അറിയണമെങ്കിൽ ലേശം ബ്ലാക്ക് കളർ നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഈ ബ്ലൂ പ്ലസ് ബ്ലാക്ക് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഷെയ്ഡ് എടുത്തറിയാൻ, അതായത് ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ടിരിക്കുന്നതായിട്ട് വരയ്ക്കണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ആദ്യമേ ലൈറ്റ് ആൻഡ് ഡാർക്ക് നമ്മൾ ആ ഒരു ബ്ലൂ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇട്ട് കഴിഞ്ഞ് കണ്ടില്ലേ, ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഗ്ലിറ്ററോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതുപോലെ എല്ലാവർക്കും പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. ആദ്യമേ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളുടെ ഇരുത്തി നമുക്ക് പോർട്രേറ്റ് വരച്ചാൽ നമുക്ക് സ്വയം പരിശീലിച്ചെടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ പോർട്രേറ്റ്.